ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ GTA 5 നമ്മളിന്ന് സെമിത്തേരി കുഴിക്കാൻ പോവുകയാണ് ഗൈസ്. അതെ ഗൈസ്, നമ്മളിന്ന് സെമിത്തേരി കുഴിച്ച് അതിനകത്ത് ശവത്തെ എല്ലാം ഇന്ന് കാണാൻ പോവുകയാണ്. എന്തായാലും ഗൈസ്, ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം. ഡോറൊക്കെ നമ്മൾ തുറന്നിട്ടുണ്ട്. നമ്മുടെ മൈക്കിളിൻ്റെ വീടാണ് ഗൈസ്. നമ്മൾ ഇവിടെ എവിടെ ആയത് താഴെ എങ്ങാണ്ടാണെന്ന് തോന്നിയിട്ട് നമ്മുടെ മിഷൻ തുടങ്ങുന്നത്. ആദ്യം നമുക്ക് മിഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ പുറമേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്തുവാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ വീട്ടിലെ സോഫയിൽ വന്നങ്ങോട്ട് ഇരുന്നിട്ടുണ്ട് ഗൈസ്. അപ്പം മൈക്കിളാകെ ടയേർഡാണെന്ന് തോന്നുന്നു, എന്താണെന്നൊരു പിടിയില്ല. ഓ, പയ്യനോട് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കലിപ്പൻ ഇവിടെ ഉണ്ട്. അപ്പം നമ്മളതൊന്നും വലിയ മൈൻഡൊന്നും ചെയ്യേണ്ട ഗൈസ്, നമുക്കിത് സ്കിപ്പ് ചെയ്തോളാം. ഗൈസ്, നമ്മളോട് പറഞ്ഞേക്കുന്നത് എയർപോർട്ടിലോട്ട് ചെല്ലാനാണ്. അപ്പോൾ നമുക്കിനി നേരെ എയർപോർട്ടിൽ പോകണം. അപ്പോൾ നമ്മൾ കാറും കാര്യങ്ങളൊക്കെ ചീറ്റ് കോഡ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കവിടെ കാറോടെ കിടപ്പുണ്ട്, വേണേൽ എടുക്കാം. പക്ഷേ നമ്മൾ ഈ ചീറ്റ് കോഡ് അടിച്ച് ഈ ഒരു കാർ എടുക്കാം, കാരണം അത് എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് നമുക്കങ്ങ് പോകാമല്ലോ. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സ്വന്തം വണ്ടിയൊന്നും അല്ലല്ലോ. നമുക്ക് എപ്പോഴാണല്ലോ എവിടെയാണല്ലോ എടുത്തിട്ടിട്ട് പോവാം. നമ്മുടെ വണ്ടി നമ്മൾ ഇട്ടിട്ട് പോവാം, പക്ഷേ എന്നാലും എനിക്കൊരു ഇഷ്ടമല്ല എന്തോ. ഗൈസ്, വണ്ടി തട്ടിയാലും വലിയ സീനൊന്നും ഇല്ല, ശരിയാക്കിയൊക്കെ ഇനി എടുക്കുക. ചീറ്റ് കോഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഗൈസ്. പിന്നെന്താ ഗൈസ്, വണ്ടിക്ക് ഇങ്ങോട്ട് സ്പീഡ് കുറവാണെന്ന് തോന്നുന്നു, വലിയ സ്പീഡില്ല ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ എയർപോർട്ടിലോട്ട് പോകാം, അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ദൂരമുണ്ട് ഗൈസ്. ഇത്രയൊക്കെ ഓടിച്ച് വരുമ്പോഴത്തേക്കും വീഡിയോക്ക് നല്ല ലെങ്ത് ആവും. നമുക്കപ്പോൾ നേരെ നമ്മുടെ എയർപോർട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് അടുത്ത വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ വരുന്ന വഴിക്ക് നൈസായിട്ടൊന്ന് ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാറൊക്കെ എടുത്തങ്ങ് മാറ്റിക്കളഞ്ഞ്, കാരണം ബൈക്കാകുമ്പോൾ നമുക്ക് ഏതുവഴി വേണേലും എടുത്തുകൊണ്ട് പോവാം. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ബൈക്ക് കൂടെ ആകുമ്പോഴത്തേക്കും അടിപൊളി സ്പീഡാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത്. കാരണം ഗൈസ്, നമുക്ക് അടിപൊളിയാണ് ഈ ഒരു ബൈക്ക് ഓടിക്കാൻ. ഓക്കെ, നമ്മൾ ബൈക്ക് കൊണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് ലെവൽ ടെർമിനലിലോട്ട് കയറണം. അത് മണ്ടയ്ക്കാണെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും സെക്കൻഡ് ലെവലല്ലേ, അപ്പോൾ രണ്ടാമത്തെ നിലയായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഹെൽമെറ്റൊക്കെ ഊരിയിട്ടിട്ട് ഓടുകയാണ് ഗൈസ്. എന്താവും ആർക്കറിയാം. അവിടെ നിന്ന് സ്റ്റെപ്പ് ഓടിക്കയറണം. എന്തായാലും നമുക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഓടിക്കയറാം ഗൈസ്. പക്ഷേ ലഗേജും കാര്യങ്ങളും ഒന്നും ഇല്ല. എന്തായാലും നമ്മൾ പ്രേതത്തിനെ കാണാൻ പോയല്ലേ, എന്തിനാ ലഗേജും കാര്യങ്ങളൊക്കെ അല്ലേ ഗൈസ്. അതാണെന്ന് തോന്നുന്നു കേട്ടോ സ്റ്റെപ്പ്. ഓക്കെ, നമ്മുടെ സ്റ്റെപ്പ് ഇതാണ്. നമ്മളിതേ മണ്ടയ്ക്ക് ഓട്ട് കയറുകയാണ് ഗൈസ്. ഓക്കെ, കയറാമോട്ട്. ഓക്കെ, നമ്മൾ മണ്ടയ്ക്ക് വന്നിട്ടുണ്ട്. ഓ, ഇനി അടുത്ത ഏരിയ പോയി നിൽക്കണം. ഓക്കെ, നമ്മളവിടെ വന്നിട്ട് ഓക്കെ, സ്റ്റോറി മോഡ് ഓൺ ആയിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ഗെയിമിനകത്ത് ഇഷ്ടം പോലെ സ്റ്റോറി കേട്ടോ. ഗെയിമെല്ലാം അടിപൊളി സ്റ്റോറീസും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുക. ഓക്കെ, നമ്മൾ പ്ലെയിനിൽ കയറി. വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്, പേടിക്കണ്ട. ഛർദ്ദിക്കാനൊന്നും ഇനി വരത്തില്ല. കറക്റ്റ് വിൻഡോ സീറ്റാണ് കിട്ടിയേക്കുന്നത് ഗൈസ്. നമ്മൾ പ്ലെയിനൊക്കെ പറന്ന് അടുത്ത ഇപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങുമായിരിക്കും. ഓ, കട്ടായി സീൻ കട്ടായി ഗൈസ്. എന്തോ ലുഡൻഡ്രോഫോ ഗോ ടു എന്തോ ലുഡൻഡ്രോഫ് സെമിത്തേരി അങ്ങനെയാണെന്ന് തോന്നുന്നു ഗൈസ് പറയുന്നത്. അറിഞ്ഞൂടാ. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ ഗൈസ്. നല്ലൊരു വിൻ്റർ സീസണാണ് ഈ സ്ഥലത്തൊക്കെ. ഇത് എവിടാ സ്ഥലം? എവിടെയില്ല കേട്ടോ. നമുക്ക് നമ്മുടെ മിഷൻ കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. ഇത് നമ്മുടെ മിഷനാണ് വലുത്, മനസ്സിലായി. സീസണല്ല, സീസണൊക്കെ എപ്പോഴാണേലും ചേഞ്ച് ആവും, പക്ഷേ നമ്മുടെ മിഷൻ അതാണ് വലുത് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇനി സെമിത്തേരിയിലോട്ടാണ് ഗൈസ് പോകുന്നത്. സെമിത്തേരിയിലോട്ട് ഏകദേശം 1 മൈൽ ദൂരമുണ്ട്. ഇപ്പോൾ 0.95 മൈലോളം ദൂരമുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ സെമിത്തേരി സുഖമായിട്ട് ചെല്ലും എന്നാണ് തോന്നുന്നത്. വേഗം തന്നെ, തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ ഗൈസ് വണ്ടി ഓടിക്കാൻ. വണ്ടിയൊന്നും കയ്യിലങ്ങനെ നിൽക്കുന്നില്ല നല്ലപോലെ. നേരത്തെയൊക്കെയാണ് നമ്മൾ നല്ലപോലെ കൈ നിൽക്കുമല്ലോ വണ്ടി. ഇത് എനിക്കൊന്ന് തണുപ്പ്, ആ റോഡിൽ മഞ്ഞൊക്കെ ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ടയറൊക്കെ സ്ലിപ്പൊക്കെ ആവും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ട്രെയിനാണോ ഗൈസ്? ട്രെയിനാണോ ഇത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പുറകെ പോയി പിടിക്കാം, പക്ഷെ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പം മിഷൻ കളിക്കുക. ഇപ്പം നമ്മൾ എന്തിനീ സോക്കേട് എടുക്കാൻ പോകുന്നത്? നേരെ നമുക്ക് നമ്മുടെ മിഷൻ ബാക്കി കണ്ടിന്യൂ ചെയ്താൽ പോരെ ഗൈസ്. നമ്മളിതേ വന്നുകൊണ്ടിരിക്കുക. അവിടെയാണ് പോയിൻ്റ്. എന്താ, നമ്മൾ സെമിത്തേരിയിലോട്ട് നേരെ ചെല്ലട്ടെ ഗൈസ്. നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ലാത്തൊരു ദൂരമുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് റൈറ്റ് അങ്ങോട്ട് എടുക്കാം. പോട്ടെ ഗൈസ്. വണ്ടി ഒന്നും അങ്ങോട്ട് തിരിയുന്നൊന്നും ശരിയല്ല. ഇത് പന്ന വണ്ടി, സ്പീഡുള്ള വണ്ടിയായിരുന്നെങ്കിൽ പഴയ തെറിച്ചു പോയേനെ.
നമ്മൾ നൈസായിട്ടൊക്കെയാണ് ചാടിച്ചത്, സ്പീഡിലൊന്നും വന്ന് ചാടിച്ചൊന്നുമില്ല. വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് സെമിത്തേരിയിലോട്ട് പോവാം ഗൈസ്. അവിടെ ശവത്തിനെ അടക്കിയ ഏരിയയിലോട്ട് പോവാം ഗൈസ്. ശവത്തിനെ അടക്കിയല്ല, അതിൻ്റെ പുറയിലാണല്ലോ. അപ്പോൾ നമുക്കിനി അങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ ഗൈസ്, ഇത് പള്ളിയാണ്. ഇതാണ് ഇവിടുത്തെ പള്ളി. ഓക്കെ, ഓടിച്ചില്ല ഗൈസ്. ഇതുണ്ട് ഇവിടെ എല്ലാം ഓരോരുത്തരെ വെച്ച് അടക്കിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ അടക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ അടക്കിയേക്കുന്ന സ്ഥലമാണ് ഗൈസ്. ഓക്കെ, ദേ നമ്മൾ ഈ ശവത്തിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ പോകുന്നു. തോണ്ട് കുഴിക്കുന്നവൻ നമ്മുടെ മച്ചാനിരുന്ന് കുഴിയാണ്. ഇടാ, കിട്ടിയില്ലയോ ഗൈസ്? ഇതാരാന്നൊരു പിടിയില്ലല്ലോ ഗൈസ്. ഇവരെന്തിനു വേണ്ടി ഇത് കുഴിക്കുന്നത് എനിക്ക് അതും അറിയണം. നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ സ്റ്റോറി ഇല്ല, സ്കിപ്പ് ചെയ്തു. രണ്ടാമത്തെ കാര്യം ഈ സ്റ്റോറി കേൾക്കുമ്പോൾ മനസ്സിലാവത്തുമില്ല ഗൈസ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ മറ്റേ മൈക്കിളിൻ്റെ നമ്മൾ ഇത് ഫേക്കായിട്ടുള്ളൊരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ദേ നോക്ക്, കാരണം മൈക്കിളെന്നാണ് കണ്ട് എഴുതിയേക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിനകത്ത് ആരെയാണ് കുഴിച്ചിട്ടേക്കുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് തോന്നി ഇവന് വന്നേക്കുന്നത് ഇവിടെ ഗൈസ്. നമുക്ക് നോക്കാം ആരാണെന്നും എന്താണെന്നും കാര്യങ്ങളൊക്കെ ഗൈസ്. ഇതെന്ത് കഥ ഇങ്ങനെ പോകുന്നത് എനിക്കറിഞ്ഞൂടാ. ഒന്നാമത്തെ കാര്യം, ശരിക്ക് ഇംഗ്ലീഷൊന്നും മനസ്സിലാവുന്നില്ല. അവരെന്ത് പറയുന്നത് ശരിക്കും ക്ലിയർ ആവുന്ന പോലെയില്ല ഗൈസ്. ഇതാരാ? ഇത് മൈക്കിൾ തന്നെയാണോ ഗൈസ്? 2 മൈക്കിളാ? മൈക്കിളിൻ്റെ കൂട്ട് തന്നെ ഇരിക്കുന്നത് 2 കോയയാണ് ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ ഇതൊന്നും ഇങ്ങനെ പോകുന്നതെന്ന്. അത് ആരാ? അത് ഗൈസ് ഒരു പിടിയില്ലല്ലോ അത് ആരാന്ന് ഗൈസ്. ഇവന്മാരേതാണ്ടൊക്കെ കിടന്ന് പറച്ചിലാണ് ഗൈസ്. എന്തുവാണെന്നൊരു പിടിയില്ല. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുകിടയൊക്കെയാണെന്ന് തോന്നുന്നുണ്ടോ. അവൻ ചാടി കുഴിഞ്ഞ് ചാടി മണ്ടയ്ക്ക് കയറി. അവൻ്റെ കുഴിയെടുപ്പ് കഴിഞ്ഞു. ഇവന് ഇത്രയും കുഴിയെടുത്തോ? എന്തൊരു കുഴിയാണ് ഇവനെടുത്തത്? ഇവൻ എത്ര നേരമായിട്ട് ഇവിടെ കുഴിക്കുക ഗൈസ്. ഇവൻ ഭയങ്കര സീനാട്ടോ. ഇവൻ ഇത്രയും ഒറ്റയ്ക്ക് നിന്നിട്ട് ഇത്രയും വലിയ കുഴിയെടുത്തൊക്കെ സമ്മതിക്കണം. എന്തായാലും ഗൈസ്, തമ്മിൽ ഗണ്ണ് ചൂണ്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് പ്രശ്നമാവും. ഇതിവിടെ അടി പൊട്ടാനുള്ള ചാൻസാണ് മിക്കവാറും. ഗൈസ്, നമ്മൾ തമ്മിൽ ഗൺ പോയിന്റ് ഇരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം ഗൈസ്, എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ, നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. ആരാദ്യം പൊട്ടിക്കുന്നൊരു പിടിയില്ല. ഗൈസ്, അടുത്ത ആൾ വന്നു. അവനാണെങ്കിൽ നമ്മളെ തോക്കെടുത്ത് എറിഞ്ഞിട്ട് പോയി. ഇനി ഗൈസ് നമുക്ക് ഇനി നമുക്ക് ഇവന്മാരെല്ലാം കൊല്ലണമെന്ന് തോന്നുന്നു ഗൈസ്. ഇവന്മാർ ഇവിടെ കിടന്ന് മുടിഞ്ഞ തെറിവിളിയാണ്. ഗെറ്റ് ഇൻ ദ കാറാണ് പറഞ്ഞത്. ഗെറ്റ് ഇൻ ദ കാർ ചെയ്യണമെങ്കിൽ അവിടെ ഉള്ളവന്മാരെല്ലാം കൊല്ലണം. ഓക്കെ, ഒരുത്തനങ്ങാണ്ട് മറിഞ്ഞു വീണ്ടുണ്ട്. അത് ചത്തില്ല ഗൈസ്. ആ ഒറ്റ ഒരുത്തനല്ല ഗൈസ്. ഇപ്പോൾ ഒരു 3-4-5 പേരായിട്ടുണ്ട്. സൂപ്പർ ഗൈസ്. ഇപ്പോൾ അയ്യോ എന്തോടാ പുറയിലെന്ത് ഗൈസ്? ഒരു പടയുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു രക്ഷപ്പെടാൻ പറ്റുമെന്ന്. ചത്ത് ഉറപ്പായിട്ടും ചത്തു. ഉറപ്പാണ് ഗൈസ്, ഉറപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, ഉറപ്പാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതെന്ത് ഒത്തിരി ഉണ്ടല്ലോ. എത്ര പേരുണ്ട് ഗൈസ്. അത് ഇവരെല്ലാവരും ഞാൻ ഒറ്റയ്ക്ക് കൊല്ലണോ? എന്തി പറയുന്നേ? ഗൈസ്, നമുക്ക് ഒന്നുകൂടെ തുടങ്ങാം. എന്തായാലും അവനെ ആദ്യം കൊല്ലണം. അവനെ വിടില്ല. ഓക്കെ, അവനെ കൊന്നിട്ടുണ്ട് ഗൈസ്. ഇനിയും നമുക്ക് ഇവിടെ തന്നെ വേറൊരുത്തണ്ട്. കൊല്ലേ. ഓക്കെ ഗൈസ്, അവനും ചത്തിട്ടുണ്ട്. നമുക്ക് സ്മൂത്തായിട്ടൊന്ന് എന്താ ചെയ്യണ്ടേ? പയ്യെ നമുക്കൊന്ന് ഡീൽ ചെയ്യാം ഗൈസ്. പയ്യെ അതുവഴി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, വീണ്ടും ആൾ കൂടുന്നുണ്ട്. ഇത് നോക്ക്, വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. ആദ്യം നമുക്ക് വണ്ടി എടുത്തോട്ട് പോവാം. ഇനി ഈ ഒരു തൊലിഞ്ഞൊരു തോക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഈ പ്രശ്നം. വേറെ ഏതെങ്കിലും തോക്കുണ്ടായിരുന്നു നമുക്ക് പട്ടേന്ന് AK-47 ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് പറത്തായിരുന്നു അതുവഴി ബുള്ളറ്റ്. പക്ഷേ കാര്യമില്ല, ആ തോക്കൊന്നും അവർ തരില്ല. എന്തായാലും നമുക്ക് ഉള്ള തോക്കം വെച്ച് അങ്ങോട്ട് പൊട്ടിച്ചു തുടങ്ങാം.
എന്താ ചാവ ഇവന്മാർക്ക് ഇത്ര റേഞ്ച് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. ഈ ഒരു റേഞ്ചിലൊക്കെ ഇങ്ങനെയൊക്കെ അടിക്കാനേ പറ്റൂ. മാക്സിമം നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഓക്കെ അവൻ ചത്ത്. അവിടെ ഏതാണ്ടൊക്കെ ലൈറ്റ് വരുന്ന പോലെ കാണാം. അപ്പോഴേ മനസ്സിലാവുന്നത് അവിടെയൊക്കെ ആളുണ്ടെന്ന്. ഇങ്ങോട്ട് ബുള്ളറ്റ് വരുമ്പോൾ എന്തോ ഒരു വെട്ടം വരുന്ന പോലെ. ഗൈസ് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഗൈസ്. എനിക്ക് അവിടെ എല്ലാ ആൾക്കാരുണ്ട്. ഓ ഇവിടെയൊക്കെ ആളുണ്ടോ ഗൈസ്? അവൻ എന്തൊരു മണ്ടനായിരുന്നു ഗൈസ്. നിങ്ങളൊന്ന് ഓർത്തേ, എൻ്റെ തൊട്ട് മണ്ടയ്ക്ക് നിന്നിട്ട് അവനെന്നെ അടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കഴകം പിടിച്ചവനൊക്കെ. ഗൈസ് ഇതൊന്നും അത്ര നല്ല സ്റ്റോറി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം അത് സിമ്പിളായിട്ട് അവനെന്നെ അടിച്ചു കൊല്ലായിരുന്നു. അടിച്ച് കൊല്ലണം. അപ്പം തന്നെ അടിച്ച് കൊന്നു കഴിഞ്ഞിട്ടേ അറിയാവും എവിടുന്ന് അടി കിട്ടിയെന്ന്. ഓക്കെ ഗൈസ് നമ്മൾ അവനെ കൊന്നിട്ടുണ്ട്. എത്ര പേരെയാടാ കൊല്ലണ്ട ഇനി? എത്ര പേരുണ്ട്? ലോകത്തുള്ളവന്മാരല്ലേ ഇങ്ങോട്ട് വന്നേക്കുവാന്ന് തോന്നേ. ഗൈസ് കണ്ടോ, ഈ ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ. 2 ബുള്ളറ്റോ? തോക്കിൻ്റെ ബുള്ളറ്റ് തീർന്നെന്ന് തോന്നുന്നു ഗൈസ്. ഇടിക്കടാ മോനെ. ഓക്കെ ഇടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് കണ്ണ് കിട്ടി മോനെ. കണ്ണ് കിട്ടി. ഇനിയും പറത്ത. ഇനി ഇപ്പം നമ്മൾ സീനായിരിക്കും. ഓക്കെ നമ്മൾ വണ്ടി വരെ കത്തിയെന്ന് തോന്നുന്നു. ഓക്കെ വണ്ടി കത്തട്ടെ. ഓക്കെ നമ്മൾ അവന്മാരെല്ലാം അത്യാവശ്യം കൊന്ന് വിട്ടിട്ടുണ്ട്. നമുക്ക് ഗണ്ണ് ഇപ്പോഴാണ് കിട്ടി. ഈ ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി കുഴപ്പമില്ല. ഇനി നമുക്ക് അത്യാവശ്യം രീതിയിൽ പിടിച്ചൊക്കെ നിൽക്കാം ഗൈസ്. നമ്മൾ വണ്ടിയൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അയ്യോ ആൾക്കാരുടെ എത്ര പേരെ കൊന്നു. എന്നിട്ടും വീണ്ടും ആൾക്കാർ. ഗൈസ് ഇവിടെ എല്ലാം ഇവന്മാരാണ്. അവന്മാരെല്ലാം കൂടെ എപ്പോൾ കൊന്നിട്ട് ഞാൻ പോവാനാ തിരിച്ച്. ഓക്കെ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് ഓരോരുത്തന്മാരെ സെറ്റ് ചെയ്ത് നമുക്ക് കൊല്ലാം. അല്ലാതെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവന്മാരെ അടിച്ച് ഇക്കരയാക്കി വിടും. ആദ്യം നമുക്ക് പെയ്യെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കൊന്ന് വിടാം ഗൈസ്. അല്ലെങ്കിൽ ഇത് ഒത്തിരി പേരുണ്ട് ഗൈസ്. ഓ നല്ലൊരടി. ഇവിടെ കാറിൻ്റെ അവിടെ നിന്ന് വേണ്ട. എന്തിയാടാ ഇവന്മാർ? കിട്ടി. ഒരുത്തൻ ചത്തു. എന്തിയാടാ നീ? എവിടാടാ ഗൈസ്? ഇങ്ങനെയാണ് നമ്മളും ചാവും കേട്ടോ. ഓക്കെ അവന്മാരെ 2 പേരും കൊന്നു ഗൈസ്. നമുക്ക് സ്റ്റാമിനയൊക്കെ കൂടി കേട്ടോ. ഷൂട്ടിംഗ് അല്ല കൂടുന്നത്, സ്റ്റാമിനയാണ് കൂടുന്നത്. ഇത്ര വെടി ചെയ്തില്ല. ചത്തില്ല കിട്ടിയില്ല ഗൈസ്. അവനെ കറക്റ്റായിട്ട് കിട്ടിയില്ല. കറക്റ്റായിട്ട് കിട്ടുമ്പോൾ നമുക്കൊന്നും കഴിയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവം ചെറിയ അത് തന്നെ ഒരു എഫക്റ്റ് വരണം ഗൈസ്. ഓക്കെ നമ്മൾ വീണ്ടും ലൈഫ് ചീറ്റ് കോഡ് അടിച്ച് കൂട്ടിയിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ ചത്തു. അങ്ങനെ ഇനി ആൾക്കാർ കിടപ്പുണ്ട്. ഇഷ്ടം പോലെ പേരുണ്ട് ഗൈസ്. ഇഷ്ടം പോലെ നമ്മളെ വണ്ടിയൊക്കെ ഓണാകുമെന്ന് അറിയത്തില്ല. ഇത്ര തണുപ്പത്ത് കിടക്കണേ. ബാറ്ററിയൊക്കെ ആണെങ്കിൽ ഡൗൺ ആയിക്കളെ. ഓക്കെ ഗൈസ് നമ്മളെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ടുണ്ട്. നമ്മൾ പെട്ടു, അതായത് ഇവൻ പെട്ടു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അവരുടെ അടുത്ത് പോയി കൈ പൊക്കുക എന്നേ ഉള്ളൂ. ഓക്കെ നമ്മൾ പ്ലെയിനിൽ മറ്റേ കലിപ്പനാണെന്ന് തോന്നുന്നു. കലിപ്പനാണ് ഗൈസ് നമ്മുടെ പ്ലെയിനിൽ. ഇനി നമുക്ക് നേരെ നമ്മുടെ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്ലെയിൻ ഇറക്കണം. നമുക്കപ്പോൾ നേരെ കൊണ്ട് പ്ലെയിൻ അങ്ങ് ഇറക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പ്ലെയിൻ ഇറക്കിയാൽ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഗൈസ് നമ്മുടെ ഇന്നത്തെ വിഷൻ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗെയിംസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഒത്തിരി വരാൻ നിൽക്കുന്നേ ഉള്ളൂ ഗൈസ്. ഫാർ ക്രൈ 4ൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോ ആണ് ഗൈസ് ഇനി വരാൻ നിൽക്കുന്നത്. പിന്നെ GTA നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. വേറെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ നൈസായിട്ട് പ്ലെയിൻ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. എനിക്ക് പ്ലെയിൻ സത്യം പറയാം ലാൻഡ് ചെയ്യാൻ അറിയില്ല. പ്ലെയിൻ എനിക്കറിയത്തില്ല. പ്ലെയിൻ ഹെലികോപ്റ്ററൊന്നും കാറും ബൈക്കൊക്കെ സെറ്റാണ് ഗൈസ്. അപ്പം അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ.